അവിടെ ലീ ആവട്ടെ ടെൻറ്റന്റെ പേര് പറഞ്ഞ് വിളിച്ച് ചീർ ചെയ്തുകൊണ്ടിരിക്കാണ്. അവിടെ ഗാരയാവട്ടെ അവന്റെ പെണ്ണിനെ ഒന്ന് ചീർ പോയിട്ട് മൈൻഡ് പോലും ചെയ്യാതെ നോക്കി നിൽക്കുകയും ചെയ്യും. ടെമറി ചെറുതായിട്ട് ഒരു ലുക്ക് വിടുമ്പോഴേക്കും ടെൻറ്റൻ പേടിച്ച് ബാക്കോട്ട് പോകും. ചീറപ്പെന്നും പറഞ്ഞ് ലീ പയ്യനും അവന്റെ മാസ്റ്ററും കൂവി വിളിക്കുന്ന കണ്ട് നറൂട്ടോന്റെ കർണപടം തന്നെ അടിച്ചു പോകും. നമ്മുടെ ചെറുക്കൻ കൂവി വിളിക്കും, ആർത്തുല്ലസിക്കും, യാതൊരു പ്രോബ്ലം ഇല്ല. എന്നാൽ വേറെ ആരെങ്കിലും ചെയ്താല് അത് വലിയ പ്രശ്നമായിരിക്കും. ബാക്കിയുള്ള ഉണ്ടപ്പനും ഗ്യാങ്ങും ആവട്ടെ ഇത് എന്റെ ടീമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് വലിയ ശ്രദ്ധയൊന്നും വേണ്ടെന്ന് കരുതി മാറി നിൽക്കാണ്. നമ്മളെപ്പോലെ തന്നെ ഒക്കാകെ ആവട്ടെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നിന്നുകൊണ്ട് ടെൻറ്റൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ എയിം ചെയ്ത് നിൽക്കാണ്. യഥാർത്ഥത്തില് അവള് പേടിച്ചകന്നു നിന്നതല്ല, അവൾക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ സൂപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാനും അടിച്ചിടാനും സാധിക്കുള്ളൂ. മത്സരം ആരംഭിച്ചിട്ട് അരമണിക്കൂറായെങ്കിലും പെമ്പിള്ളേര് അടിക്കാതെ നോക്കി നോക്കി നിൽക്കാണ്. ടെൻറ്റൻ കണ്ണു പോലും മാറ്റാതെ അവളെ തന്നെ നോക്കി നോക്കി ഇരിക്കുമ്പോ ഇനി നീ നോക്കിയിരുന്നാല് നിന്റെ കണ്ണ് രണ്ട് വെളിയിൽ ചാടും. അതുകൊണ്ട് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ടെമറി പറയുമ്പോ ടെൻറ്റൻ ആവട്ടെ അവളുടെ അഹങ്കാരം ഉടൻ തന്നെ ഞാൻ തീർക്കുന്നു പറഞ്ഞ് കുറെ ബ്ലേഡുമായിട്ട് അവളുടെ നേർക്ക് ചാടി വന്ന് കറങ്ങിയൊരെത്തിയേറ് ടെമറിയുടെ ബോഡിയിൽ പോയിട്ട് അവളുടെ രോമത്തിൽ പോലും കൊള്ളാതെ ആ ഒരു ബ്ലോ ഞാൻ നീ രജനീകാന്ത് ആണെന്ന് വിചാരിച്ച് എനിക്ക് ബോറടിച്ചിട്ട് പാടില്ല, നീ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോ ഈ കാര്യം കേട്ട് ലീ തന്നെ ഒന്ന് ഞെട്ടിപ്പോവും. ലീ തന്നെ അത്ഭുതപ്പെട്ടു പോവും. എന്ത് ടെൻറ്റന്റെ അറ്റാക്ക് മിസ്സായി പോയോന്ന് ലീ പറയുമ്പോ മൈകയാവട്ടെ ഒരിക്കലുമില്ല, ടെൻറ്റൻ വളരെയധികം ആക്യുറേറ്റ് ആണ്, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? മിക്കവാറും ടെമറി അവളുടെ അറ്റാക്ക് തടുത്തിട്ടുണ്ടാവുമെന്ന് അവൻ പറയും. എല്ലാവരും വീണ്ടും ആകാംക്ഷയോട് കൂടെ അവരുടെ ഫൈറ്റ് നോക്കി നിൽക്കുമ്പോ നാറ പയ്യനാവട്ടെ തീർച്ചയായിട്ടും സൗണ്ട് വില്ലേജ് ആയിരിക്കും ഈ ഒരു ഫൈറ്റിൽ ജയിക്കാൻ പോവാന്ന് കുട്ടപ്പന്റെ അടുത്ത് പറയും. മാച്ച് ഇവിടെ തുടങ്ങിയിട്ട് പോലില്ല, അപ്പൊ തന്നെ ടെൻറ്റൻ തോറ്റു എന്ന് പറയാനായിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെന്ന് നറൂട്ടോ കുട്ടപ്പൻ ചോദിക്കുമ്പോ നാറയാവട്ടെ എന്തൊക്കെയാണെങ്കിലും അവള് തോക്കും, സൗണ്ട് വില്ലേജേ ജയിക്കുള്ളൂ എന്ന് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനടുത്ത് ആണയിട്ട് പറയും. ഇത് കേട്ട് അരവിറക്കിക്കൊണ്ടിരുന്ന ഉണ്ടപ്പനാവട്ടെ ഇതുവരെ നാറാപ്പയ്യൻ പറഞ്ഞ പോലെയാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് വീണ്ടും ഗോതയിലേക്ക് നോക്കുമ്പോ ടെൻറ്റന്റെ ആദ്യത്തെ അറ്റാക്ക് കംപ്ലീറ്റ് ആയിട്ട് ചീറ്റിപ്പോയി. അതുകൊണ്ട് അവള് വീണ്ടും കുറച്ചുകൂടെ സ്പേസ് ഇട്ട് കറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് എയിം ചെയ്യും. ടെൻറ്റൻ കണ്ണു വെച്ച് അളവൊക്കെ എടുക്കുന്ന കണ്ട ടെമറി ആവട്ടെ അവളുടെ അടുത്ത അറ്റാക്ക് അത്ര നിസ്സാരല്ലെന്ന് മനസ്സിലാക്കും. ടെൻറ്റൻ അളവെടുത്ത് അവളുടെ ചുറ്റും കുട്ടുകുട്ടുകുട്ടുന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ടെമറി ആവട്ടെ അവളെ ശ്രദ്ധിച്ചു നോക്കും. ഓടി ഓടി വന്നതും പോരാഞ്ഞ് അവൾ അവളുടെ കയ്യിൽ നിന്ന് ഒരു സ്ക്രോൾ തന്നെ എടുത്തൊരൊറ്റ കറക്ക്. സ്ക്രോളില് എന്തൊക്കെയോ ചില സംഗതികളെ എഴുതിയിട്ടുണ്ട്. അത് വെറും എഴുത്തല്ല, ഓരോ എഴുത്തിലും ഓരോരോ ആയുധങ്ങള് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതും ചുറ്റിപ്പിടിച്ച് കറക്കി എറിയെങ്കിലും നേരത്തെ കണ്ടതുപോലെ തന്നെ അവളുടെ അടുത്ത് ചെന്ന് രോമത്തിൽ പോലും തൊടാതെ എല്ലാം ചുറ്റി വീഴും. ഇത് കാണുമ്പോ കറക്റ്റ് ആയിട്ട് അവൾക്ക് മനസ്സിലാവും ടെമറി എന്തോ ഒരു കാര്യം അവൾക്കെതിരെ ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഇനിയും നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നീ ചെയ്യുന്ന ടെമറി വീണ്ടും പറയും. ഇത് കണ്ട് നീ ആവട്ടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഒരിക്കലും നീ പകച്ചു പോകരുത്. കൺഫ്യൂഷൻ ആവാതെ ചക്രാസ് യൂസ് ചെയ്യുന്ന ലീ പറയുമ്പോഴായിരിക്കും അവൾ അവസാനമായിട്ട് ഉപയോഗിക്കാൻ വെച്ച ഈ ഒരു ബ്രഹ്മാണ്ഡ ഫൈറ്റിന് പോലും ടെമറി പുഷ്പം പോലെ തടുത്തു കളഞ്ഞല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവൾ ഒരു നിമിഷം നല്ല രീതിയിൽ ഡൗൺ ആവും. എന്തെങ്കിലും പുതുതായിട്ട് ചെയ്തില്ലെങ്കിൽ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ 2 സ്ക്രോള് പുറത്തെടുക്കും. അത് രണ്ടും താഴെ വെച്ച് ഓം ക്രീം ഐം ക്രീം ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ ടെമറിയുടെ തലയിൽ കൂടെ ഒരുപാട് കിളികളും നക്ഷത്രങ്ങളും പറന്നു പോകും. ഇവൾ എന്ത് ചെയ്താലും ഞാൻ അനങ്ങില്ല എന്ന് പറഞ്ഞ് ടെമറി നിൽക്കുമ്പോ കറക്റ്റ് ആയിട്ട് ടെൻറ്റൻ ആവട്ടെ ട്വിൻ ഡ്രാഗൺ എന്നൊരൊറ്റ അലർച്ച. അപ്പൊ അവളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ 2 സ്ക്രോളും 2 ഡ്രാഗൺ ആയിട്ട് മാറും. മാത്രമല്ല ഡ്രാഗന്റെ മേത്തുനിന്ന് ഒരുപാട് കമ്പും കട്ടപ്പാറയും ഒക്കെ പുറത്തു വരുന്ന കണ്ട ടെമറി ആവട്ടെ ഇതാണോ ഇത്ര വലിയ കാര്യം പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിശറി എടുത്ത് ഒരൊറ്റ വീശ് വന്ന കട്ടപ്പാറയും കമ്പിയെല്ലാം വന്നതുപോലെ തന്നെ തിരിച്ചു പോയി താഴെ വീഴും. ഇത് കണ്ട് ടെൻറ്റൻ പകച്ചു പോകാതെ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്റെ അറ്റാക്കെന്ന് പറഞ്ഞ് നിലത്ത് വീണ എല്ലാ ആയുധങ്ങളും ചുരുട്ടിയെടുത്ത് ചക്രാസ് ഉപയോഗിച്ച് അവളുടെ നേർക്ക് കറക്കൊരൊറ്റയേറ്. ഇത്രയധികം ആയുധങ്ങൾ ഉപയോഗിച്ചാല് ഏത് കൊല കൊമ്പനാണെങ്കിലും ഒന്ന് മുട്ടുകൊത്തുമെന്ന് വിചാരിക്കെങ്കിലും ടെമറി അവളുടെ വിശറി എടുത്ത് അതിശക്തമായിട്ട് ഒന്നുകൂടെ വീശും. ഇത്തവണ കത്തിയും കട്ടപ്പാറയും മാത്രമല്ല പറന്നു പോയത്, പാവൻ ടെൻറ്റനും കൂടെ പറന്നു പോകും. 3 രാജതന്ത്രം ഉപയോഗിച്ചിട്ടും നിനക്കെന്റെ രോമത്തെ പോലും തൊടാനായില്ല. ഇനി ഇതാ എന്റെ തന്ത്രം കണ്ടോന്ന് പറഞ്ഞ് ടെമറി ആ വിശറി കറക്കി കറക്കി അവിടുന്ന് അപ്രതീക്ഷയാവും. ഇവളെവിടെ പോയി, എവിടെയാ ചുന്ദരി എന്നറിയാതെ നമ്മുടെ ടെൻറ്റൻ
അവിടേക്ക് ഇവിടേക്ക് നോക്കുമ്പോഴായിരിക്കും തമരി വിശറിയും വിരിച്ച് മച്ചും പുറത്ത് ഹായ് ആയിട്ടിരിക്കുന്ന കാണാം. ഇനി നീ കാണാൻ പോകുന്നതാണ് എന്റെ നിഞ്ച പ്രയോഗം എന്ന് പറഞ്ഞ അവള് വീണ്ടും വീണ്ടും ആ ഒരു വിശറി കറക്കുമ്പോ അവിടെ വലിയൊരു ചുഴലിക്കാറ്റ് തന്നെ രൂപപ്പെടും. ആ ഒരു ബ്രഹ്മാണ്ഡ അറ്റാക്കിൽ നിന്ന് നമ്മുടെ ടെന്റിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കറങ്ങി കറങ്ങി ഓരോരോ ഭാഗങ്ങളായിട്ട് അവളുടെ അവയവങ്ങൾ തന്നെ കട്ടായി പോകാൻ തുടങ്ങും. ഇക്കാഴ്ച കണ്ട ഉടൻ തന്നെ എജി ആവട്ടെ ഒരിക്കലും അവളെ കൊണ്ട് ഈ ഒരു ഫൈറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ കഴിയില്ല. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെൻഷൻ ആവട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്കത്തില് ബോധം പോയി അവളുടെ തല തെറിച്ചു പോയി ആ ഒരു വിശറി തന്നെ വന്നു പതിക്കും. നറൂട്ടോയും ബാക്കിയുള്ളവരെല്ലാരും തന്നെ ഇത് കണ്ട് ഷോക്ക് ആവുമെങ്കിലും അമേരിക്ക ബോറടിയാണ്. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ട് അവള് ഫൈറ്റ് ചെയ്ത് ജയിച്ചല്ലോ. നാറപ്പയ്യൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ലാൻഡ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞാല് അത് വേറെ ലെവലിന് ഹൊക്കാകെ പറയും. ഫിഫ്ത് മാച്ചില് വിജയിച്ച തമരി ആവട്ടെ അവളുടെ വിശറിയിലുള്ള പാവം പെങ്കൊച്ചിനെ വീശി എറിയും. അവൾ തെറിച്ചു പോയി വീഴാൻ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് ലീ ക്യാച്ച് ചെയ്യും. ഓ അടിയൊക്കെ വാരി കെട്ടിയെങ്കിലും നിന്റെ ടീമിലുള്ളവന് ക്യാച്ച് ഒക്കെ പിടിക്കാൻ അറിയാലോ എന്ന് അവൾ അവനെ കളിയാക്കുമ്പോ ഇങ്ങനെയാണോ കൂടെ ഫൈറ്റ് ചെയ്ത മറ്റൊരാളോട് ചെയ്യാന്ന് നമ്മുടെ ലീപ്പയ്യനാവട്ടെ അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. നിനക്ക് വേണമെങ്കിൽ ഈ വേസ്റ്റിനെ തൂക്കിയെടുത്ത് കൊണ്ടോന്നും പറഞ്ഞിട്ട് എമരി ആവട്ടെ അവളുടെ വിശറിയും ചീവിക്കൊണ്ട് അവിടുന്ന് പോകും. ഇത് കേട്ട് സഹിക്കാനാവാതെ നീ ആവട്ടെ ചാടി ചെന്ന് എമരി അടിക്കാൻ ശ്രമിക്കും. അവള് കാഷ്വൽ ആയിട്ട് അവളുടെ വിശറി കൊണ്ട് അവനെ തട്ടി എറിയുമ്പോ മൈഗായി അവനെ വിലക്കും. നോ നീ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോ മേലെ നിന്ന് ഗാറ ഇത്തരത്തിലുള്ള അലവലാതി പിള്ളേരോട് തല്ലു പിടിക്കാതെ നീ മേലെ കയറി വാന്ന് എമരിയെടുത്ത് പറയും. ഇത് കേൾക്കുമ്പോ ലീയുടെ കളിപ്പ് കൂടി വരും. അവനെ കണ്ണു തള്ളി ലീ നോക്കുമ്പോ മൈഗാവട്ടെ അവൻ ആള് ചില്ലറക്കാരനല്ല, വെറുതെ അവന്റെ അടുത്ത് തട്ട് മേടിക്കണ്ടെന്ന് വീണ്ടും ലീ അപമാനിക്കും. കിബയുടെ പേടിച്ചു വരച്ച് എന്തൊക്കെയാണെങ്കിലും സാൻഡ് വില്ലേജുമായിട്ട് ഞാൻ അടി കൂടത്തേ ഇല്ല എന്ന് പറഞ്ഞ് കൂടെ ഉള്ളവരെടുത്ത് പറയാൻ തുടങ്ങും. നറൂട്ടോ ആവട്ടെ ഇത് കേട്ട് ഒരിക്കലും സൗണ്ട് വില്ലേജസിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോ സാക്കുറ കടന്നു വരും. ഹായ് സാക്കുറ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ സെറ്റല്ലേന്ന് നറൂട്ടോ കുട്ടപ്പൻ ചോദിക്കുമ്പോ നീ എന്തിനാ വെറുതെ എന്റെ കാര്യം ചോദിക്കുന്നേ, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി എന്ന് സാക്കുറ കുട്ടപ്പനോട് പറയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കുട്ടപ്പൻ കാറിക്കൂവിയതുകൊണ്ടാണല്ലോ അവക്ക് ഫൈറ്റിൽ തോറ്റു പോവാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഈ കഴുതയുടെ കാലും ഞാൻ പിടിക്കണല്ലോ എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി അവള് കുട്ടപ്പനോട് താങ്ക്സ് പറയും. അടുത്ത ഫൈറ്റിന് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് മുഴങ്ങുമ്പോ ഒരു സൈഡ് നെല്ലി, അടുത്തത് ഞാൻ, അപ്പുറത്തുനിന്ന് നറൂട്ടോ കുട്ടപ്പനാവട്ടെ ഇനി ഞാൻ. അങ്ങനെ നമ്മുടെ രണ്ടാൾക്കാരും മത്സരിക്കാനായിട്ട് വെമ്പി നിൽക്കുമ്പോ നാറയ്ക്കും നമ്മുടെ കിന്നിനുമാണ് ലോട്ട് വീഴ. കിന്നെപ്പോഴും ശോകം അടിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ആള് പുലിയാണ്. ഏനോ അവന്റെ പേര് വിളിച്ച് പോകുമ്പോ ഇവിടെ പെങ്കൊച്ചാവട്ടെ ഇവനെ ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഗോതയിലേക്ക് ഇറങ്ങും. കാട്ടില് ഫൈറ്റ് ചെയ്തപ്പോ നമ്മുടെ ചെക്കൻ ഏത് ജിപ്സ് ആണ് യൂസ് ചെയ്തതെന്ന് പെങ്കൊച്ചിന് നല്ലതുപോലെ അറിയാം. ഷാഡോ ജിപ്സു. ആ തുറുപ്പ് ചീട്ട് നമ്മുടെ പെങ്കൊച്ചിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവള് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നമ്മുടെ ചെക്കൻ ഷാഡോ ജിപ്സ് തന്നെ പുറത്തെടുക്കും. അവൻ ഷാഡോ ജിപ്സ് എടുക്കുമ്പോ അവളാവട്ടെ 2 സൂചി കറക്കി എറിയും. നമ്മുടെ ചെറുക്കൻ നൈസായിട്ട് അതിൽ നിന്ന് മിസ്സായിട്ട് പുറകിൽ തറച്ചു കിടക്കുന്ന ആ 2 സൂചിയിലെ മണി ചൂണ്ടിക്കാണിച്ച് ഇപ്പൊ നീ 2 മണി വിട്ടു, അടുത്തായിട്ട് ഒരു സൂചിയിലെ മണിയും മറ്റൊരു സൂചിയില് മണി ഇല്ലാതെ അയക്കും. മണിയുള്ള സൂചിയെ പേടിച്ച് ഞാൻ മാറുമ്പോ മണിയില്ലാത്ത സൂചി എന്റെ കൈ കുത്തിത്തറയ്ക്കും. അതല്ലേ എന്റെ അടുത്ത പ്ലാനിന് ചെക്കൻ പെണ്ണിനോട് ചോദിക്കും. വീണ്ടും വീണ്ടും അവൾ സൂചി വലിച്ചെറിയുമ്പോ എന്തോ സംശയം തോന്നി നേരെ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവളെ സൂചിയിലെല്ലാം തന്നെ ഒരു വള്ളിയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണി പാളിയോ എന്ന് മനസ്സിലാക്കി ഒരു സെക്കൻഡ് കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോ അവൾ അവന്റെ കൈക്ക് തന്നെ ഒരു സൂചി എറിഞ്ഞ് താഴെയിടും. നീ എന്റെ ബോഡിയിൽ തന്നെ സൂചി എറിഞ്ഞ് എന്നെ മലത്തി അടിക്കുമല്ലേ, അടുത്തത് എന്റെ കളിയാണെന്ന അവൻ പറഞ്ഞ് നാവെടുക്കുമ്പോഴേക്കും അതിനിയും എന്റെ കളി പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചാവട്ടെ അവള് കെട്ടിയിട്ട ആ ഒരു നൂലിൽ പിടിച്ച് മണികൾ ഓരോന്നിട്ട് അടിക്കാൻ തുടങ്ങും. മണിയുടെ സൗണ്ട് പതിയെ പതിയെ അവന് വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ചെറുക്കന്റെ ബോധം പോയി താഴെ വീഴും. ഈ ഒരു ബെല്ലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സൗണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ചെവിയുടെ ഉള്ളിൽ പോയിട്ട് ഒരു ഹാലൂസിനേഷൻ തന്നെ ഉണ്ടാക്കും. ചെവി കൈപൊത്തി പിടിച്ചാലും ചെവിക്ക് കൊട്ടിച്ചു വെച്ചാലും ഒന്നും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ആ ഒരു ശബ്ദം താങ്ങാൻ കഴിയാതെ അവൻ ഹാലൂസിനേറ്റഡ് ആയിട്ട് ഇപ്പൊ ഒരുപാട് പെൺകൊച്ചുകളെ അവന് കാണാൻ സാധിക്കും. ഷാഡോ ചിപ്സ് യൂസ് ചെയ്താലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ അവൻ ആലോചിക്കുമ്പോഴേക്കും നമ്മുടെ പെൺകൊച്ച് 5 സൂചി അവളുടെ കയ്യിലെടുത്ത് ആദ്യം 5 എന്ന് പറഞ്ഞ് വലിച്ചെറിയും. അത് കുത്തിക്കേറി അവൻ വേദന എടുത്ത് പൊളയുമ്പോ
അടുത്തത് ഇതിനിരട്ടിയായിരിക്കുന്നു പറഞ്ഞ് അവള് കൈ ഉയർത്തും. പക്ഷെ ഇനിയും സൂചി എറിഞ്ഞാല് അവന് സംഗതി പിടികിട്ടും. അതിനു മുമ്പ് തന്നെ ഇവനെ കൊല്ലണമെന്ന് കണക്കാക്കി അവള് സൂചി എറിയാൻ റെഡി ആവുമെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്യാങ്ങുകളെല്ലാം തന്നെ അപ്രത്യക്ഷമായിട്ട് അവൾക്ക് അനങ്ങാൻ പോലും പറ്റാതെ അവിടെ തന്നെ നിന്ന് പോകും. നമ്മുടെ ആള് ഷാഡോ ജിപ്സ് ഉപയോഗിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ജിപ്സ് യൂസ് ചെയ്യുന്ന ചോദിക്കുകയാണെങ്കിൽ അവൾ എറിഞ്ഞ അതേ ബെല്ലിലെ നൂലിലൂടെ ഷാഡോ ജിപ്സിനെ കടത്തി വിട്ടിട്ടാണ് നമ്മുടെ ആള് ഇപ്പൊ 8ന്റെ പണി പെണ്ണിന് കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ടെൻഷൻ ആവാതെ കിന്നാവട്ടെ, ഇതെന്റെ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ത്രെഡാണ്. തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നിന്നെ നേടാൻ കഴിയും. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോ അവനാവട്ടെ പാക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്ലേഡ് അങ്ങോട്ട് പുറത്തെടുക്കും. ഇത് കണ്ട പെങ്കൊച്ചും അവളുടെ കയ്യിലും ബ്ലേഡ് എടുത്ത് റെഡി ആയിട്ട് നിൽക്കുമ്പോ നമ്മുടെ ചെറുക്കൻ കൊച്ചും ബ്ലേഡ് കറക്കി ഒരൊറ്റ ഏറ്. അവളും വിട്ടുകൊടുക്കൂല, തിരിച്ചവളും ഒരൊറ്റ ഏറ്. ബ്ലേഡ് അടുത്ത് വന്ന ഉടൻ തന്നെ നമ്മുടെ ചെറുക്കൻ ബാക്കോട്ട് ചായും. ഓ സിമ്പിൾ. ഇതുപോലെ ഞാനും ചായെന്നും പറഞ്ഞ് നമ്മുടെ പെങ്കൊച്ചു ചായെങ്കിലും തൊട്ടു പുറകില് ഭിത്തി ഉണ്ടാവും. ഭിത്തിയിൽ പോയിട്ട് അവളുടെ മെഡുല ഒബ്ലാങ്കറ്റ് ഇടിച്ച് നമ്മുടെ പെങ്കൊച്ചാവട്ടെ തല ഇറങ്ങി താഴെ വീഴും. അങ്ങനെ നുണുക്ക് വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ചെറുക്കൻ തന്നെ ഗോതയിൽ ജയിച്ചു. പുറത്ത് ആർപ്പുപൊളി ഉയരുമ്പോ ഇവിടെ ലീപ്പയ്യനാവട്ടെ നെക്സ്റ്റ് എന്നെ വിളിക്ക്, നെക്സ്റ്റ് ഫൈറ്റ് ഞാൻ ചെയ്യാ എന്ന് പറഞ്ഞ് അലറുമ്പോ കിബാപ്പയ്യൻ പേടിച്ചു വരച്ച് ദയവ് ചെയ്ത് എന്നെ ഗാരയുടെ കൂടെ മാത്രം വിടല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത ഫൈറ്റ് ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാനും എന്നെ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും കാത്തിരുന്നിട്ടുണ്ടാവുക. നറൂട്ടോ കുട്ടപ്പന്റെയും കിബാപ്പയ്യന്റെയും ബ്രഹ്മാണ്ഡ ഫൈറ്റ് ആണ് ഇനി അടുത്തായിട്ട്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നറൂട്ടോ കുട്ടപ്പൻ എടുത്ത് ചാടുമ്പോ കിബയാവട്ടെ ഡബിൾ ഹാപ്പിയിലാണ്. കാരണം കുട്ടപ്പനൊരു കടികമണി അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അവരെ അടിച്ചു തോപ്പിക്കാന്നാണ് കിബ വിചാരിച്ചോണ്ടിരിക്കുന്നത്. വീണ്ടും ശശിയായല്ലോ എന്ന് പറഞ്ഞ് നീ സാഡായിട്ട് നിൽക്കുന്ന കാണുമ്പോ കാക്കാഷിക്ക് മൈഗൈനെ ഓർമ്മ വരും. സാക്കുറ ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുക്കുമ്പോ കാക്കാഷി ആവട്ടെ നീ വലുതായി, നീ വലിയൊരു നിഞ്ചായി എന്ന് കാണിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോ തല ഒരു 2 അടി കൂടെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ ബ്രഹ്മാണ്ഡ ഫൈറ്റിന് വേണ്ടി എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.